എല്ലാവർക്കും നമസ്കാരം. SLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസോർട്ടണും റീസണുമാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atm പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റർ അറ്റ് 4 atm പ്രഷർ. എന്താണ് പ്രസ്താവന? എന്താണ്? ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ വ്യാപ്തം ഉള്ള വാതകം 4 ATM മർദ്ദത്തിൽ 11 ലിറ്റർ ആയി ചുരുങ്ങും, 11 ലിറ്റർ ആയി ചുരുങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രസ്താവന എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം ബോയ്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതവിടെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ബോയ്സ് ലോ P1 V1 = P2 V2 ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയല്ലേ. അപ്പൊ അസോർട്ടണും ശരിയാണ്, അവിടെ റീസണും ശരിയാണല്ലോ. ഓക്കെ ആണല്ലോ. ഇതാ അവിടെ നോക്കുക, അങ്ങോട്ട് ഏതാണ് കറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ബോത്ത് A and A are true and R is the correct explanation of A. ശരിയാണല്ലോ, രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസോർട്ടന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ അത് തന്നെയാണല്ലോ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയൊന്നും വരില്ലോ കേട്ടോ. ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടോ. Some statements are given below regarding the element with atomic number 24. Atomic number 24 ഉള്ള ഒരു മൂലകത്തിന്റെ കുറച്ച് പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് ഈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആറ്റോമിക് നമ്പർ 24 വരുന്ന ഏതാണ്? ഏത് മൂലകമാണ്? ഏത് എലമെന്റ് ആണ് വരുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, ക്രോമിയത്തിന്റെ ആണല്ലേ. ക്രോമിയത്തിന്റെ ആണ് കേട്ടോ ആറ്റോമിക് നമ്പർ. ഓർത്തോണം, ക്രോമിയത്തിന്റെ ആണ് ആറ്റോമിക് നമ്പർ 24 വരുന്നത്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ ക്രോമിയത്തിന് എങ്ങനെയാണ് 3d4 4s2 എന്ന് വരുമോ? ഇല്ലല്ലോ. 3d5 4s1 എന്നാണ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എണ്ണി നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. ഇവിടുത്തെ ആറ്റോമിക് നമ്പർ 22 ഉള്ളു വരത്തുള്ളൂ. ഇവിടെ 24 വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ എന്താണ്? ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. ക്രോമിയം ഞാൻ പറഞ്ഞത്, ക്രോമിയത്തിന് എങ്ങനെയാണ് വരുന്നത്? 3d5 ലാസ്റ്റ് 3d5 4s1 എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. ലാസ്റ്റ് ഇലക്ട്രോൺ ഡി സബ്ഷെല്ലല്ലേ എൻ്റർ ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ഇനി സ്റ്റേറ്റ്മെന്റ് 3, del value of the subshell where the last electron enters is 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവസാന ഇലക്ട്രോൺ പൂർണ്ണം നടക്കുന്ന സബ്ഷെല്ലിന്റെ എല്ലിന്റെ വില എന്ന് പറഞ്ഞിരിക്കുന്നത് 1 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലിന്റെ വില 1 ആയിട്ട് വരുമോ? ഇല്ല, ഡി സബ്ഷെല്ലല്ലേ വരുന്നത്. ഡി സബ്ഷെല്ലാകുമ്പം എത്രയാണ്? ഡി സബ്ഷെല്ലാകുമ്പോൾ എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് വരുന്നത് ഇല്ലേ. അപ്പം എങ്ങനെയാണ് 1 ആയിട്ട് വരുമോ? ഇല്ല. അപ്പം അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി the subshell containing the outermost electron has 5 orbital. outermost electronsൽ 5 orbitals ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി സബ്ഷെല്ലാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഓർബിറ്റൽസിനെ എങ്ങനെയാണ് കാണുന്നത്? 2l+1 വെച്ചിട്ടാണ് കാണുന്നത് ഇല്ലേ. എല്ലിന്റെ വാല്യൂ നമുക്ക് 2 ആണെന്നറിയാം. അപ്പൊ എങ്ങനെയാ വരുന്നത്? ഓർബിറ്റൽ എങ്ങനെയാണ്? 5 വരും ഇല്ലേ. അപ്പൊ 5 ഓർബിറ്റൽസ് ആണ് വരുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 4ഉം ഉള്ളു ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് നോക്കുക കേട്ടോ. ഏതൊക്കെയാണ് നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആർ കറക്റ്റ്, അത് വരികയില്ല. 1, 2, 3 and 4 ആർ കറക്റ്റ്, അത് വരികയില്ല. 1 ഈസ് നോട്ട് കറക്റ്റ് ബട്ട് 2 ആൻഡ് അതൊന്നും വരികയില്ല. 1 കറക്റ്റ് അല്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ നോട്ട് കറക്റ്റ് ബട്ട് 2 and 4 കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1ഉം 3ഉം നോട്ട് കറക്റ്റ് ആണ്. 2 and 4 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ ഡി ആണ് കേട്ടോ ആൻസർ വരുന്നത്. Then next one, which of the following is an acidic salt? Acidic salt ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? NH4Cl ആണ് acidic salt കേട്ടോ. NH4Cl. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, match the following ആണ് കേട്ടോ. Characteristics of 4 ഇവിടെ കൊടുത്തിട്ടുണ്ട്. Method of concentration ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഹെവിയർ ആണ് ഓർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഏത് പ്രോസസ്സിലാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലെവിഗേഷൻ ആണ്. ലെവിഗേഷൻ ആണ്. അപ്പൊ ഇതാണ് എക്സ് വരുന്നത് കേട്ടോ. ഇനി ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസിനേക്കാളും ലൈറ്റർ ആണ് ഓർ പാർട്ടിക്കിൾസ്. അത് ഏത് മെത്തേഡിലാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷനിലാണ് കേട്ടോ. അപ്പം വൈ ആണ് ഇത്. ദെൻ മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓസ്. ഓസിന്റെ മാഗ്നറ്റിക് നേച്ചർ ഇല്ല, അത് ഏതിലാണ് വരുന്നത്? മാഗ്നറ്റിക് നേച്ചർ മാഗ്നറ്റിക് സെപ്പറേഷനിലാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഏതാണ്? എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വരും? 6 വരും. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന 6 വരുന്ന ഏതാണ്? ഇവിടെയുണ്ട്. പിന്നെ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? പി വരും ഇല്ലേ. വൈ എന്ന് പറഞ്ഞിരിക്കുന്ന പി വരുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഏതാണ്? ഇസഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് DQ ആണ്. ഇതാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5th one, a reversible reaction in equilibrium is given. സന്തുലനാവസ്ഥയിലുള്ള ഒരു ഉഭയദിശാ പ്രവർത്തനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കേട്ടോ.
നോക്കുക 2NO plus O2 gives 2NO2 plus heat എന്ന് പറഞ്ഞിട്ടുണ്ട്. Write any two changes that should be made in concentration and pressure to increase the amount of nitrogen dioxide in this chemical reaction. ഈ രാസപ്രവർത്തനത്തിൽ നൈട്രജൻ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഗാഢതയിലും കോൺസെൻട്രേഷനിലും മർദ്ദത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ എന്താണ് കോൺസെൻട്രേഷൻ, റിയാക്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ കൂട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഏതെങ്കിലും 2 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ കേട്ടോ, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയാം കേട്ടോ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇത് കോൺസെൻട്രേഷൻ ആണ്, ഞാൻ ഫുൾ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതിക്കോണം. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ത് പറയാൻ സാധിക്കും? ഇൻക്രീസ് ദ പ്രഷർ എന്ന് പറയാം, ഇല്ലേ? ഇൻക്രീസ് ദ പ്രഷർ, ഇല്ലേ? ഇൻക്രീസ് ദ പ്രഷർ എന്ന് പറയാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഓപ്ഷൻ കൂടെ പറയാം. എന്താണ്? റിമൂവ് NO2 ഫ്രം ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നിന്ന് NO2 എല്ലാം ഉണ്ടാകും. ആ NO2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ഇല്ല? അപ്പൊ നമുക്ക് അതും കൂടെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഏതെങ്കിലും 2 എണ്ണം എഴുതി വെച്ചാൽ മതി, ഞാൻ അതും കൂടെ ആഡ് ചെയ്യുവാണ് കേട്ടോ. റിമൂവ് NO2 കേട്ടോ, റിമൂവ് NO2 ഫ്രം സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്നും NO2 റിമൂവ് ചെയ്യാനും നമുക്ക് പറയാം. Then 6th one, a propane molecule is allowed to react with 2 hydrogen molecule. ഒരു പ്രൊപ്പൈൻ തന്മാത്രയെ 2 ഹൈഡ്രജൻ തന്മാത്രകളുമായിട്ട് പ്രവർത്തിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, IUPAC നെയിമും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? പ്രൊപ്പൈൻ ആണ് കേട്ടോ, പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ എങ്ങനെയാണ് 2 ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാണ്? പ്രൊപ്പ് എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം വരും, അത് ആദ്യമേ എഴുതുക കേട്ടോ. പ്രൊപ്പൈൻ ആണ്, YNE വന്നിട്ടുണ്ട്, അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരും. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നു, ഇല്ലേ? ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. അപ്പം ഇവിടെ ഒരു CH വരും. ദെൻ ഇവിടെ 3 എണ്ണം ഉണ്ട്, 1 കാർബൺ മതി. ഇവിടെ CH3. ഇതാണ് പ്രൊപ്പൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അതെങ്ങനെയാണ്? 2 ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരും, 2 ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ് വരുന്നത്? ദാറ്റ് ഗീവ്സ് എന്താണ് വരുന്നത്? നമുക്കറിയാം CH3, അല്ലേ? ഇവിടെ ഈ ബോണ്ടിങ് മാറിയല്ലേ, ഒരു ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് മാറുമ്പോൾ ഡബിൾ ബോണ്ട് ആവും, പിന്നെ ഒന്നുകൂടെ റിയാക്ട് ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട് ആവും. അപ്പൊ ഞാൻ ഒറ്റ സ്റ്റെപ്പിലേക്ക് എഴുതുവാണ് കേട്ടോ. CH3 CH2 CH3. മനസ്സിലായാലും ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നതാണ്. ആദ്യം ഒരു ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് വരും, പിന്നെ എന്താണ് അത് പിന്നെ ഒരു ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ സിംഗിൾ ബോണ്ട് ആവും. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതാണ്. റൈറ്റ് IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന്റെ പേരെന്താണ് വരുന്നത്? 3 കാർബൺ ആറ്റാണ്, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതിന്റെ പേരെന്താണ് വരുന്നത്? പ്രൊപ്പെയിൻ, ഇല്ലേ? പ്രൊപ്പെയിൻ എന്ന് വരും, പ്രൊപ്പെയിൻ കേട്ടോ. ഇവിടെ പ്രൊപ്പൈൻ ആയിരുന്നു, പ്രൊപ്പൈൻ എന്തായിട്ട് മാറും? പ്രൊപ്പീൻ ആയിട്ട് മാറും. ഒരു ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പീൻ ആയിട്ട് മാറും, പിന്നെ അടുത്തൊരു ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? പ്രൊപ്പെയിൻ ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 7th one. A zinc rod is kept in copper sulfate solution for some time. ഒരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് ഇട്ട് വെച്ചിരിക്കുന്നു. വാട്ട് ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ സിങ്ക് റോഡ്. കുറച്ച് സമയം ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സിങ്ക് റോഡിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് മാറ്റമായിരിക്കും ഉണ്ടാകുന്നത്? കോപ്പർ, അല്ലേ? കോപ്പർ ഡിപ്പോസിറ്റഡ് ഓൺ ദ സിങ്ക് റോഡ് എന്ന് പറയാം, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? കോപ്പർ കേട്ടോ, കോപ്പർ ഡിപ്പോസിറ്റഡ്. കോപ്പർ എങ്ങനെയാണ്? ഡിപ്പോസിറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് ദി സിങ്ക് എന്ന് പറയാം കേട്ടോ, ഓൺ ദ സർഫസ് ഓഫ് സിങ്ക് കേട്ടോ. സിങ്കിന്റെ സർഫസിൽ കോപ്പർ ഡിപ്പോസിറ്റ് ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫേഡിങ് ഓഫ് ദ ബ്ലൂ കളർ ഓഫ് ദ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് നീല നിറം മങ്ങുന്നതിന് കാരണം എന്താണ്? കോപ്പർ അയൺസിന്റെ കുറവ് വരുന്നുണ്ടോ, കോൺസെൻട്രേഷന് കുറവ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡിക്രീസ് കേട്ടോ. ഞാനിങ്ങനെ ഡൗൺവേർഡ് ആരോട്ടിരിക്കുന്ന ഡിക്രീസ് എന്നാണ് കേട്ടോ. ഡിക്രീസ് ഇൻ ദ ഇതാണ് കോൺസെൻട്രേഷൻ കേട്ടോ. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? Cu2+ അയൺ. Cu2+ അയൺസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 8th one ആണ്. The relationship between the volume and temperature of a fixed mass of a gas at constant pressure is illustrated in the graph below. സ്ഥിരമായിട്ടുള്ള മർദ്ദം, അല്ലെ? മർദ്ദം സ്ഥിരമാണ്. അപ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്, വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിച്ച് ഗ്യാസ് ലോ ഈസ് ദ ഗ്രാഫ് റിലേറ്റഡ്. ഏത് ഗ്യാസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. വോളിയം ടെമ്പറേച്ചർ ആണ്. ഏത് ലോയാണ്? ചാൾസ് ലോ ആണ്, അല്ലെ? ചാൾസ് ലോ കേട്ടോ, ചാൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഇനി the volume of this gas is 150 liter at 300 Kelvin. What will be the volume of this gas at 600 Kelvin? 300 കെൽവിനിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 150 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 600 കെൽവിനിൽ ഇതിന്റെ വോളിയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചാൾസ് ലോ അല്ലേ, ചാൾസ് ലോയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കേട്ടോ. V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ കിട്ടും. നമുക്ക് V1ഉം T1ഉം ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. V1 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 ആണ്. നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. 150 ഡിവൈഡ് ബൈ T1 എന്ന് വെച്ചാൽ 300 ആണ്. ദെൻ V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T2 തന്നിട്ടുണ്ട്, 600 തന്നിട്ടുണ്ട്. അപ്പൊ V2ലേക്ക് ഇക്വേഷനെ മാറ്റുക. V2 ഈസ് ഈക്വൽ ടു 150 ഇൻറ്റു 600 ഡിവൈഡ് ബൈ 300. ഇതാ അവിടെ ക്യാൻസൽ ആയിട്ട് പോകും, ഇത് ക്യാൻസൽ ആയിട്ട് പോകും. ഇല്ല, ഇവിടെ 2 വരും ഇല്ലേ. പിന്നെ 150 ഇൻറ്റു 2 എന്ന് വരുമ്പോൾ എത്രയാണ്? 300 എന്നാണ് വരുന്നത്. അപ്പം 300 ലിറ്റർ എന്ന് വരും കേട്ടോ. 300 ലിറ്റർ. ഇതിൽ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 300 കെൽവിനിൽ 150 ആണ്. അപ്പം 600 കെൽവിനിൽ എത്രയായിരിക്കും വരുന്നത്? അതിൻ്റെ 150ൻ്റെ ഇരട്ടി 300 ലിറ്റർ. ഇനി അതിൻ്റെ ബി പാർട്ട് എന്താണ്? 10 liter of oxygen at constant temperature and pressure contains X molecules. Answer the questions related to other gas samples at the same temperature and pressure. അതായത് സ്ഥിരമായിട്ടുള്ള താപനിലയാണ്, മർദ്ദവുമാണ്. അപ്പൊ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന 10 ലിറ്റർ ഓക്സിജനിൽ എക്സ് തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന മറ്റു വാതക സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്? ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ ദ സെയിം കണ്ടീഷൻ? സെയിം കണ്ടീഷനാണ്. സെയിം കണ്ടീഷനിൽ 5 ലിറ്റർ, അതായത് 5 ലിറ്റർ ഹൈഡ്രജനിലെ തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 10 ലിറ്ററിന്റെ കേസിൽ എത്രയാണ്? എക്സ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 5 ലിറ്ററിൽ എങ്ങനെയായിരിക്കും വരുന്നത്? അതിന്റെ പകുതി X/2 ആയിരിക്കും ഇല്ലേ. എത്രയാണ് ഇവിടെ ആൻസർ വരുന്നത്? X/2 എന്ന് വരും. ഇനി വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് 3x കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുടെ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയായിരിക്കും? എക്സ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എത്രയാണ്? 10 ലിറ്റർ ആണെന്ന് വരുന്നത്. അപ്പൊ 3x എത്രയായിരിക്കും വരുന്നത്? 3 × 10 അല്ലേ. അതായത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ലിറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3x എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും വരുന്നത്? 30. 3 × 10 എന്ന് വരുമ്പോൾ 30 ലിറ്റർ എന്ന് വരും. Then അടുത്ത ക്വസ്റ്റ്യൻ, അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി എന്ന് പറഞ്ഞിരിക്കുന്നത് പി ബ്ലോക്കിലെ മൂലകങ്ങളെക്കാളും കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് അയനൈസേഷൻ എൻതാൽപ്പി? എന്താണ് അയനൈസേഷൻ എൻതാൽപ്പി? ഡെഫിനിഷൻ എഴുതുക കേട്ടോ. ഇതാണ് the minimum amount of energy required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of the element. ഏറ്റവും ലൂസ്ലി ആയിട്ടുള്ള ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ആണ് അയനൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. Then which element in the second period has the highest ionization enthalpy? സെക്കൻഡ് പീരീഡിലെ കേട്ടോ, സെക്കൻഡ് പീരീഡിലെ ഏറ്റവും ഹയസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി ഉള്ള ഏത് എലമെന്റ് ആണ്? ഏതാണ്? ഫ്ലൂറിൻ ആണ് കേട്ടോ. ഫ്ലൂറിൻ. അയനൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ നോക്കട്ടെ. അത് മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് gaseous atom of the element. That is അയനൈസേഷൻ എൻതാൽപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ റിലേറ്റഡ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്കോസ്. കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ സിങ്ക് ഓർ അരികളുടെ സാന്ദ്രണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സിങ്ക് കാർബണേറ്റ് പ്ലസ് ഹീറ്റ്. സിങ്ക് കാർബണേറ്റ് ഹീറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പം അതെന്താണ് സംഭവിക്കുന്നത്? ഹീറ്റിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? സിങ്ക് ഓക്സൈഡ്. ഇതിന് നമ്മൾ എന്താണ് പറയുന്നത്? കാൽസിനേഷൻ അല്ലേ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കാൽസിനേഷൻ എന്ന് പറയും. ഇനി സിങ്ക് സൾഫൈഡ് ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുവാണ്. അപ്പോഴും നമുക്ക് ഇവിടെ എന്താണ് കിട്ടുന്നത്? സിങ്ക് ഓക്സൈഡ് ആണ് കിട്ടുന്നത് കേട്ടോ. സിങ്ക് ഓക്സൈഡ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം രണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഏതാണ്? രണ്ടും എക്സും വൈ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തന്നെയാണ്? സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പൊ ഇതിനെന്താണ് പറയുന്നത്? ഇതിന് റോസ്റ്റിംഗ് എന്നാണ് പറയുന്നത് അല്ലെ. ഇതിന് റോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇനി ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? കാൽസിനേഷൻ എങ്ങനെയാണ് റോസ്റ്റിംഗിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഡെഫിനേഷൻ എഴുതി വെച്ചാൽ മതി. കാൽസിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഓർ ഈസ് ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. കാൽസിനേഷന്റെ പ്രസൻസിൽ വരുമ്പോൾ എന്താണ്? ആബ്സെൻസ് ഓഫ് എയർ ആണ്. റോസ്റ്റിംഗ് വരുമ്പോൾ എന്താണ്? പ്രസൻസ് ഓഫ് എയർ കേട്ടോ. അപ്പൊ ആ ഒരു ഡിഫറൻസ് അങ്ങ് എഴുതി വെച്ചാൽ മതി. കാൽസിനേഷന്റെയും റോസ്റ്റിംഗിന്റെയും ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. കാൽസിനേഷൻ എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് എയർ ആണ്, റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രസൻസ് ഓഫ് എയർ ആണ്. അതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക.
അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുക കേട്ടോ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ആദ്യം മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസിലെ കൂടുതൽ കാർബൺ ആറ്റം ഉള്ള ചെയിൻ കണ്ടുപിടിക്കുക. താൻ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ 5 എണ്ണേ ഉള്ളൂ വരത്തുള്ളൂ. അതേസമയം 1, 2, 3, 4, 5, 6 ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്ലേ ഇങ്ങനെ നമ്മൾ പേര് കൊടുക്കും. 1, 2, 3, 4, 5, 6 ഇങ്ങനെ പേര് കൊടുക്കുകയാണെങ്കിൽ 6 വരും ഇല്ലേ. അപ്പൊ എത്ര മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 വരും അല്ലേ. വാട്ട്സ് ദ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ബ്രാഞ്ചിങ് വരുന്ന ഏതാണ്? ഇതാണല്ലേ ബ്രാഞ്ചിങ് വരുന്നത്. അപ്പം അതിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് വരുന്നത്? CH3 CH2 ആണ്. ഏതാണ്? ഈഥൈൽ ഇല്ലേ. ഈഥൈൽ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ടല്ലേ. സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ്, സോൾട്ട് ബ്രിഡ്ജ്. ഹൗ മെനി ഗാൽവാനിക് സെൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദീസ്. എത്ര ഗാൽവാനിക് സെൽ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കാം? ഏതൊക്കെയാണ് കോമ്പിനേഷൻ വരുന്നത്? മഗ്നീഷ്യം ഇല്ലേ, സിങ്കും മഗ്നീഷ്യവും, മഗ്നീഷ്യവും സിങ്ക് വെച്ചുണ്ടാക്കാം. അതുപോലെ തന്നെ മഗ്നീഷ്യവും കോപ്പറും ഉണ്ടാക്കാം. പിന്നെ എന്താണ്? സിങ്കും കോപ്പറും ഇല്ലേ. അപ്പൊ 3 ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ അടുത്തെന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് എ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഏതിനായിരിക്കും കൂടുതൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് വരുന്നത്? നമുക്കറിയാം റിയാക്ടിവിറ്റി സീരീസിന്റെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. അതുപോലെ ലെസ് റിയാക്റ്റീവ് ആണ് കോപ്പറും ആണ്. അപ്പം ഗാൽവാനിക് സെല്ലിന്റെ കേസിൽ ആ റിയാക്ടിവിറ്റി സീരീസിന്റെ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത് അതിനാണ് അവിടെ ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടായത്. കാരണം മഗ്നീഷ്യവും കോപ്പറും തമ്മിലുള്ള ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വരുന്നത്. റിയാക്ടിവിറ്റിയുടെ കേസിൽ ഡിഫറൻസ് വരുന്നത് മഗ്നീഷ്യവും കോപ്പറും തമ്മിലല്ല. അപ്പൊ അതിനായിരിക്കും അവിടുത്തെ കൂടുതൽ ഹയസ്റ്റ് വോൾട്ടേജ്. മഗ്നീഷ്യം കോപ്പർ എന്താണ് സെല്ലിനായിരിക്കും അവിടെ ഹയസ്റ്റ് വോൾട്ടേജ് വരുന്നത്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഒക്കറിംഗ് അറ്റ് ദ ആനോഡ് ഓഫ് ദി സെൽ വിത്ത് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ആനോഡ് ഓഫ് ദി സെൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് വരുന്ന ഏതാ നമ്മൾ കണ്ടത്? മഗ്നീഷ്യം കോപ്പർ സെല്ലിന്റെ കേസിലാന്ന് പറഞ്ഞു ഇല്ലേ. അപ്പം മഗ്നീഷ്യം മോർ റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ് ആനോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഏതാണ്? ആനോഡ് എന്ന് വെച്ചാൽ മഗ്നീഷ്യം ആണ് ആനോഡ്. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? Mg അല്ലേ. Mg ഇങ്ങനെ വരും. Mg2 + 2 ഇലക്ട്രോൺ. ഇതാണല്ലോ കെമിക്കൽ ഇക്വേഷൻ വരുന്നത്, ആനോഡിൽ നടക്കുന്ന കെമിക്കൽ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്. നമ്മൾ കണ്ടാണല്ലോ സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോർ ആൽക്കലി പ്രോസസ് വഴിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഈസ് ഇലക്ട്രോളൈസ്ഡ്. അതായത് ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജലീയ ലായനിയാണ് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാവുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണല്ലേ. അപ്പൊ നമുക്കറിയാം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്, NaCl ആണ് കേട്ടോ. These substances undergo reduction at the cathode of the membrane cell. അതായത് ആ മെംബ്രെയിൻ സെല്ലിൽ അതിന്റെ കാഥോഡിൽ നിരോക്സീകരണത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണ്? H2O ഇല്ലേ. H2O ആണ്. വാട്ട് ഇസ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ഇൻ അഡീഷൻ ടു സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലാതെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? H2ഉം അതുപോലെ തന്നെ O2ഉം. ആ ക്ലോർ ആൽക്കലി പ്രോസസ്സ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ ആ മാനുഫാക്ചറിങ് ആ പ്രോസസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The gases carbon dioxide and sulfur dioxide are kept at STP. Their volume is 112 liter എന്ന് പറഞ്ഞിട്ടുണ്ട്. What is the volume of 1 mole of gas at STP? STPയിലുള്ള 1 mole of ഗ്യാസിന്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റർ. What is the mass of 112 liter of carbon dioxide? 112 ലിറ്ററിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ്. ആദ്യമേ നമ്മൾ എന്താണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ്? വോളിയം തന്നിട്ടുണ്ടല്ലേ. വോളിയം ഡിവൈഡഡ് ബൈ STPയിലുള്ള അതായത് 22.4 ലിറ്റർ വരും. ആൻസർ 5 എന്ന് വരും നമ്പർ ഓഫ് മോൾസ്. മനസ്സിലായല്ലോ. ഇനി എന്താണ്? മാസ് ഓഫ് ഇത് ഇത്ര 112 ലിറ്ററുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് ആണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മാസ് അല്ലേ. മാസ് ഓഫ് 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വരും? നമ്പർ ഓഫ് മോൾസ് 5 വന്നു. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലർ മാസ് 44 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 220 ഗ്രാം എന്ന് വരും. അടുത്ത് ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2. SO2ൽ എന്തുമാത്രം മോളിക്യൂൾസ് ഉണ്ടെന്ന്. അപ്പം നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടു 5 ആണ്. നമ്പർ ഓഫ് മോൾസ് 5 ആണ്. ദെൻ പിന്നെ എന്താണ്? അവഗാഡ്രോ നമ്പർ അല്ലേ 6.022 × 10⁻23 ചെയ്താൽ മതിയല്ലോ. ഇത്ര തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാം, മോളിക്യൂൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാം. ഇനി അതിന്റെ ബി പാർട്ട് ഉണ്ട്. A chemical reaction taking place at STP is given below.
STP നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഹൈഡ്രജൻ? അതായത് 10 മോൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥേൻ ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 10 മോൾ ഓഫ് ഓക്സിജനായിട്ട് പ്രവർത്തിക്കാൻ എത്ര മോൾ മീഥേൻ ഇവിടെ ആവശ്യമായിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2 ഓക്സിജനുമായിട്ടല്ല പ്രവർത്തിച്ചത്, അപ്പൊ എന്താണ് 1 മോൾ മീഥേനാ വന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10 മോൾ ഓഫ് ഓക്സിജനായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര മോൾ മീഥേൻ ആവശ്യമുണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2 മോൾ ഓക്സിജൻ അല്ലേ, 2 മോൾ ഓക്സിജന്റെ കേസാണ് പറഞ്ഞത്. 2 മോൾ ഓക്സിജന്റെ കേസാണ് അതപ്പോ എത്രയാണ്? 1 മീഥേനാണ് നമുക്ക് അവിടെ കിട്ടിയത്, മനസ്സിലായി. അപ്പൊ 10 മോൾ അല്ലേ, അപ്പം 10 മോൾ ഓക്സിജൻ ആവുകയാണെന്നുണ്ടെങ്കിൽ മീഥേൻ എത്രയായിരിക്കും വരുന്നത്? അപ്പൊ എത്രയായിരിക്കും? അപ്പൊ 10 മോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 10 മോൾ ഓക്സിജൻ ആണ് വേണ്ടത്. അപ്പം 10 മോൾ ഓക്സിജൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്ര മീഥേൻ വേണം? ഇപ്പൊ 10 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 × 2 എന്ന് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? 5 അല്ലേ, 5 മീഥേൻ ആണ് വരുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ് വരുന്നത്? 5 കേട്ടോ. 5 ആണ്, 5 മോൾസ് ഓഫ് മീഥേൻ എന്ന് വരും കേട്ടോ. 5 മോൾസ് ഓഫ് മീഥേൻ. ഇനി നെക്സ്റ്റ്, calculate the mass and volume of carbon dioxide obtained if 64 gram methane is completely burned. 64 ഗ്രാം മീഥേൻ കേട്ടോ, മനസ്സിലാക്കോട്ടോ. 64 ഗ്രാം മീഥേൻ പൂർണ്ണമായിട്ടും ജ്വലിച്ചാൽ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ്, വോളിയം ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 64 ഗ്രാം മീഥേൻ ആണ്, 64 ഗ്രാം മീഥേൻ ആണുള്ളത്. അപ്പം 1 ഗ്രാം മീഥേൻ എത്രയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? 64 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് പറയുമ്പോൾ 16 വരും മീഥേൻ്റെ. അപ്പം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 മോളാണ് വരുന്നത്. നമ്പർ ഓഫ് മോൾസ് 4 മോളാണ് വരുന്നത്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിലല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുകയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. മോളാർ മാസ് എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എത്ര വരും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ 4 ആണ് വരുന്നത്. ദെൻ ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് 44 വരുമ്പോൾ 176 ഗ്രാം എന്താണ് മാസ് വരും, മനസ്സിലായല്ലോ. ദെൻ അതുപോലെ തന്നെ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? 22.4 ആണ്. അപ്പോൾ 4 × 22.4 ചെയ്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 89.6 ലിറ്റർ എന്ന് വരും കേട്ടോ. 89.6 ലിറ്റർ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളുണ്ട് കേട്ടോ, ഗ്യാസ് ലോസിന്റെ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എഥനോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫെർമെന്റിംഗ് ഡൈലൂട്ടഡ് മൊളാസസ് വിത്ത് ഈസ്റ്റ്. The enzyme invertase is in yeast converts the sugar solution into glucose and fructose. Then another enzyme called zymase converts the glucose and fructose into ethanol. മൊളാസസ് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത്. ഈസ്റ്റിലുള്ള എൻസൈം ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് പഞ്ചസാര ലായനിയെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറ്റുന്നു നമുക്കറിയാം. തുടർന്ന് മറ്റൊരു എൻസൈം ആയിട്ടുള്ള സൈമേസ് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആക്കി മാറ്റുന്നു, മനസ്സിലായല്ലോ. അപ്പം റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദീസ് റിയാക്ഷൻസ്. ഈ റിയാക്ഷൻസിന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതേപടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ്? ആദ്യമേ എങ്ങനെ വരും? C12 H22O11 അല്ലേ, ഇതാണ്. ദെൻ അതിൽ നമ്മൾ ഡയലൂട്ട് ചെയ്യും ഇല്ലേ, ഡയലൂട്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? C6 H12O6 ഒന്നുകൂടെ വരും അല്ലേ, C6 H12O6. പിന്നെ എന്താണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പം C6 പിന്നെ എന്താണ്? H12O6. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വരും? C2H5OH കേട്ടോ, അവിടെ 2 വരും. ദെൻ പിന്നെ എന്താണ്? 2CO2 എന്ന് വരും. അപ്പോൾ ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിങ്ങളത് ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? എന്താണ് പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? 20% ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോളും ഓർത്തോണം കേട്ടോ. 20% ഓഫ് ആബ്സലൂട്ട് ആൽക്കഹോള്. പിന്നെന്താണ്? 80% ഓഫ് അല്ലേ, 80% എന്താണ്? പെട്രോള് ഇല്ലേ, 80% പെട്രോളും കൂടെ ചേർന്നാണ് അതിൻ്റെ ആ മിക്സർ. അതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അലൂമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന വിത്ത് ദ അഡീഷൻ ഓഫ് ക്രയോലൈറ്റ്. അലൂമിനിയയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് ഇലക്ട്രോളിസിസ് വഴി വൈദ്യുതിവിശ്ലേഷണം ചെയ്താണ് അലൂമിനിയം നിർമ്മിക്കുന്നത് നമുക്കറിയാം. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന? അലൂമിനിയയിലേക്ക് എന്തിനു വേണ്ടിയാണ് ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത്? മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യണം അല്ലേ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും. അപ്പൊ എന്ത് പറയാം? ടു റെഡ്യൂസ് എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്, ടു റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന.
അലൂമിനിയയുടെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ എന്താണ് ടു ഇൻക്രീസ് കേട്ടോ, ടു ഇൻക്രീസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി ഉള്ള കാര്യമാണ്. ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിച്ചിരിക്കണം. ദെൻ വിച്ച് അയൺസ് ആർ പ്രസന്റ് ഇൻ അലൂമിന? അലൂമിനയുള്ള അയൺസ് ഏതൊക്കെയാണ്? Al3+ ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് O2-. Write the chemical equation for the reduction reaction that takes place at the negative electrode. നെഗറ്റീവ് ഇലക്ട്രോഡ് നടക്കുന്ന നിരോക്സീകരണം, റിഡക്ഷൻ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? Al3+ റിഡക്ഷൻ ആണ് കേട്ടോ, +3 ഇലക്ട്രോൺസ് ഗീവ്സ് Al. അപ്പൊ നമുക്ക് അലൂമിനിയം കിട്ടും. ഇനി അതിന്റെ ബി പാർട്ട് എന്താണ്? അയൺ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഹെമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫർണസ്. അല്ലെ, ബ്ലാസ്റ്റ് ഫർണസിൽ എങ്ങനെയാണ് ഹെമറ്റൈറ്റിനെ അയൺ ആക്കി മാറ്റുവാണ് ചെയ്യുന്നത് അല്ലേ. വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് കേട്ടോ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സും കാര്യങ്ങളും കേട്ടോ. അപ്പൊ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. CaCO3+ ഹീറ്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് കിട്ടുന്നത്? കാൽസ്യം ഓക്സൈഡ് കിട്ടും ഇല്ലേ, കാൽസ്യം ഓക്സൈഡ് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. പിന്നെ ഈ കാൽസ്യം ഓക്സൈഡ് SiO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? CaSiO3 ഇല്ലേ, ബി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് CaSiO3 ആണ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എ ഇൻ ദിസ് റിയാക്ഷൻ? എന്ന് വെച്ചാൽ എന്താണ്? കാൽസ്യം ഓക്സൈഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലക്സ് ആണല്ലോ കാൽസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റേ നമുക്ക് ഇത് എന്താണ് കിട്ടുന്നത്? സ്ലാഗ് ആണ് കിട്ടുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ആറ്റംസ് ഓഫ് എലമെന്റ്സ് A and B ഈച്ച് ഹാവ് 3 ഷെല്ല്. എയും ബി എന്ന് പറഞ്ഞിരിക്കുന്ന 3 ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എലമെന്റ്സ് A ബിലോങ്സ് ടു 13 ആണ്, എലമെന്റ് B ബിലോങ്സ് ടു 16 എന്നും പറഞ്ഞിട്ടുണ്ട്. എലമെന്റ് എയും ബിയും ആണ്, രണ്ടിലും 3 ഷെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? 13 വരുന്നതാണ്. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 16 വരുന്നതാണ്. അപ്പൊ 13 വരുമ്പോൾ ഏതാണ്? അലൂമിനിയം വരും കേട്ടോ, അലൂമിനിയം ആണ് വരുന്നത്. ബിയിൽ വരുന്നത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 16th ഗ്രൂപ്പിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 16th ഗ്രൂപ്പിൽ വരുമ്പോൾ സൾഫറും വരും കേട്ടോ. Then write the subshell electronic configuration of A. എയുടെ subshell electronic configuration എഴുതാനാണ്. അലൂമിനിയം ആണല്ലോ, അപ്പൊ അലൂമിനിയത്തിന്റെ 13 ആണ് വരുന്നത് കേട്ടോ. അലൂമിനിയം എന്ന് പറയുമ്പോൾ 13 ആണ് വരുന്നത്. അപ്പം എങ്ങനെ വരും? subshell electronic configuration വരുമ്പോൾ 1s2, 2s2, 2p6 വരും, പിന്നെ 3s2. ഇപ്പൊ 2 ഷെല്ലായി, മൂന്നാമത്തെ ഒരു ഷെല്ലും കൂടെ ഉണ്ടല്ലേ. അപ്പൊ ഏത് വരും? 3p. ഇപ്പൊ എത്രയായ? ഇത് 12 13 13 കേട്ടോ, 3p1 1. ഇനി വിച്ച് ബ്ലോക്ക് ഡു ദീസ് 2 എലമെന്റ്സ് ബിലോങ്സ് ടു? ഇത് ഈ 2 ഗ്രൂപ്പും ഏത് ബ്ലോക്കിലാണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാണ് വരുന്നത്? രണ്ടും ഏതാണ്? 13 ആണ് വരുന്നത്. പിന്നെ മറ്റേതാണ് 16ാമത്തെ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 13ഉം 16 ഏത് ബ്ലോക്കിൽ വരുന്നതാണ്? പി ബ്ലോക്കിൽ അല്ലേ, പി ബ്ലോക്കിൽ വരുന്നതാണ്. വാട്ട്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനാണ് അലൂമിനിയത്തിന്റെ ക്ലോറൈഡ് കോമ്പൗണ്ട് വരുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലോറൈഡ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? അലൂമിനിയം ക്ലോറൈഡ് കേട്ടോ, AlCl3 ആണ് വരുന്നത് കേട്ടോ, AlCl3 ആണ് വരുന്നത്. അപ്പം എങ്ങനെ എഴുതാൻ സാധിക്കും? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ -1 ആണ് വരുന്നത് കേട്ടോ. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൈനസ്, അത് അറിഞ്ഞിരിക്കണം. ക്ലോറിന്റെ -1 ആണ് വരുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ അലൂമിനിയത്തിന് അറിയാമല്ലോ. അപ്പം എക്സ് എങ്ങനെയാണ്? എക്സ് പ്ലസ് -1 അല്ലേ, -1 × 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് -3 ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇത് വരും. അപ്പം എ എന്ന് പറഞ്ഞാൽ അലൂമിനിയം ആണല്ലോ. അപ്പം എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? 3 വരും കേട്ടോ, +3 ആണ് വരുന്നത്. Then next question നോക്കുക. 1 molecule of an organic compound contain 4 carbon atom, 10 hydrogen atom and 1 oxygen atom. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ 4 കാർബൺ ആറ്റം ഉണ്ട്, 10 ഹൈഡ്രജൻ ഉണ്ട്, ഓരോ ഓക്സിജനും ഉണ്ട്. ദ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ വരും? 4 കാർബൺ ആറ്റമാണ്. സ്ട്രക്ചർ ഫോർമുല എങ്ങനെ വരും? 4 കാർബൺ ആറ്റം, 1 2 3 4 കാർബൺ ആറ്റം. OH ഹൈഡ്രോക്സി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തേക്കാം, ഇവിടെ അങ്ങോട്ട് വിടും, റൈറ്റ് സൈഡിൽ ഇവിടെ കൊടുത്തേക്കാം. 4 കാർബൺ ആറ്റമാണ്. ബാക്കി 10 ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പം ഇവിടെ CH3 വരും, ഇവിടെ CH2 വരും, ഇവിടെ CH2 വരും, പിന്നെ ഇവിടെയും CH2 വരും. 10 ആയല്ലോ അല്ലേ? 3 2 5, 5 2 7, 7 2 9, 9 1 10. ഓക്കെ. Write the structural formula of another organic compound with the same molecular formula but the different functional group. Same molecular formula പറഞ്ഞാൽ
പക്ഷെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ OH വരാൻ പാടില്ല, അതിനോടനുബന്ധിച്ച് വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം, സെയിം മോളിക്കുലാർ ഫോമിലും വരും. 4 കാർബൺ ആറ്റം വരണം, 10 ഹൈഡ്രജനും വരണം, 1 ഓക്സിജനും വരണം. അപ്പം പക്ഷേ സെയിം മോളിക്കുലാർ ഫോമിലായിരിക്കണം, പക്ഷേ ഹൈഡ്രോക്സി ഗ്രൂപ്പ് മാറണം, വേറെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരണം. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? കീറ്റോടെ എഴുതാമല്ലോ അല്ലേ? CH3O CH2 CH3 എഴുതാം കേട്ടോ, കീറ്റോടെ ബേസിൽ എഴുതാം. ഇനി റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമർ വിത്ത് ദിസ് മോളിക്കുലാർ ഫോർമുല. അതായത് ഈ തന്മാത്രവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. പൊസിഷൻ ഐസോമർ കേട്ടോ, പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം. പൊസിഷൻ ഐസോമർ നമുക്ക് എഴുതാലോ, ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉള്ള നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ തുറന്നത് ഇങ്ങനെ എഴുതി ഇല്ലേ? നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? അതാ നോക്കുക, CH3 CH2 CH3 ഇതാ ഇവിടെ ഒരു OH കൂടെ വന്നു. പൊസിഷൻ ഐസോ ഒരെണ്ണം നമ്മൾ ഇത് എഴുതി, ഒരെണ്ണം നമുക്കിത് എഴുതാം. ഇനി അടുത്ത് റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ആൻ ഐസോമർ വിത്ത് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് വിത്ത് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരേ മോളിക്കുലാർ ഫോർമുല ആയിരിക്കണം, ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ളതുമായിട്ടുള്ള ഐസോമറുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പ് വരണം. അതാ നോക്കട്ടെ, CH3 ഞാനിവിടെ എഴുതുവാണ്, CH2 നമ്മളിവിടെ എഴുതിയിട്ട് തന്നെ എഴുതാം, CH2 CH3 ഇത് എഴുതാമല്ലോ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ O വന്നു, ദെൻ ഇരു സൈഡിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പ് വന്നല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടെ. ദെൻ അടുത്ത് അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആണ്, the IUPAC name of a compound is Pent1INE. Pent1INE എന്നാണ് IUPAC നെയിം പറഞ്ഞിരിക്കുന്നത്. What's the name of the homologous series to which it belongs? ഇവ ഉൾപ്പെടുന്ന ഹോമോലോഗസ് സീരീസ് വരുന്നത് YNE വന്നു. അപ്പൊ ഏതാണ്? ആൽക്കൈൻ അല്ലേ? ആൽക്കൈൻ ആണ്. സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്, ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ. പെന്റ് ആണ്. പെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാർബൺ ആറ്റമാണ് വരുന്നത്? 5 കാർബൺ ആറ്റം വരണം. 1 2 3 4 5 കാർബൺ ആറ്റം വരണം. പിന്നെ അയിനാണ്, അപ്പൊ ട്രിപ്പിൾ ബോണ്ട് വരണം. ഇവിടെ വരും ട്രിപ്പിൾ ബോണ്ട്, ഇതാ ഇവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ബാക്കി ഹൈഡ്രജൻ ഫില്ല് ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം മതി, ഇവിടെ ഒരെണ്ണം മതി. ബാക്കി ഇവിടെ എത്രയാണ് വരുന്നത്? CH2 വരും, ഇവിടെയും CH2 വരും, ഇവിടെ CH3 വരും. Write the structural formula of a pair of position isomers with this molecular formula. അതായത് ഒരേ തന്മാത്രവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്മാത്ര മോളിക്കുലാർ ഫോർമുല എത്രയാണ് വരുന്നത്? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എത്ര വരും? 5 കാർബൺ ആറ്റാണ്. ഹൈഡ്രജൻ ഇവിടെ എത്രയാണെന്ന് നോക്കിയേ, 8 ഹൈഡ്രജൻ വരും ഇല്ലേ? 8 ഹൈഡ്രജൻ വരുന്നത് C5H10 അല്ലേ? C5H10 ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല വരുന്നത്. അപ്പൊ ഇതേ മോളിക്കുലാർ ഫോർമുല വരുന്ന പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. പൊസിഷൻ ഐസോമറിന്റെ കേസിൽ ഇതേ മോളിക്കുലാർ ഫോർമുല ആണ്, C5H8 വരണം. പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തേച്ചാൽ പോരെ? ഒരെണ്ണം ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം എഴുതി ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പൊസിഷൻ ചേഞ്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ CH3 ഇവിടെ ഒരെണ്ണം വന്നു, ഇതാ ഇവിടെ ഞാൻ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു, CH2 CH3 കേട്ടോ. ഈ ഒരു രീതിയിൽ എഴുതാമല്ലോ. 5 കാർബൺ ആറ്റം ഉണ്ട്, പിന്നെ 8 ഹൈഡ്രജനും ഉണ്ട്. പൊസിഷൻ ഐസോമർ എഴുതി. ഇനി അടുത്തത് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ആൻ ആൽക്കെയിൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റം വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ചസ്. 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഒരു ആൽക്കെയിനിലെ ഒരു ശാഖയുള്ളതും 2 ശാഖകളുള്ളതുമായ ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യം എഴുതാനാണ് പറഞ്ഞത്. ഒരു ശാഖയും പറഞ്ഞു, 2 ശാഖയും പറഞ്ഞു, ചെയിൻ ഐസോമറും ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5 കാർബൺ ആറ്റാണ്, എന്താണ് ബ്രാഞ്ചുകൾ വരണം അല്ലേ? ശാഖയുള്ളതും വരണം കേട്ടോ. അതാ ഞാൻ ഇവിടെ ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കണം. അപ്പം ബാക്കി ഫില്ല് ചെയ്യുവാണേ. ഇവിടെ CH3 വരും, ഇവിടെ ഒരു CH3 കൊടുത്തു, പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെ CH വരും അല്ലേ? ഇവിടെ CH വരും. ദെൻ ഇവിടെ CH2 വന്നു, ഇവിടെ CH3 വന്നു. എഴുതി. ഇനി അതുപോലെ 5 കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങ് കൊടുക്കുവാണേ. ഇങ്ങനെ കൊടുത്തതാ ഇവിടെ ഒരു CH3 വന്നു അല്ലേ? ഇവിടെ CH3 വരാമല്ലോ. ഇവിടെ CH3 വന്നു, ഇവിടെ CH3 വന്നു, ഇവിടെ CH3 വന്നു. മനസ്സിലായാലും 5 കാർബൺ ആറ്റം വന്നു. ഹൈഡ്രജൻ ഇവിടെ വരുമ്പോൾ 12 വരും കേട്ടോ. 3 2 5 5 3 8 8 9 9 3 12 ഇവിടെ വന്നു. ബ്രാഞ്ച് ഉള്ളതും വന്നു, അതായത് ഒരു ശാഖയുള്ളതും വന്നു, അതുപോലെ തന്നെ 2 ബ്രാഞ്ച് ഉള്ളതും വന്നു. അപ്പൊ ഈ രീതിയിൽ എഴുതുക.
അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇതെല്ലാം ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി വെച്ച് ചെയ്ത് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ ഓരോ ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ വായിച്ചു വിട്ടാൽ പോരാ. ആ വായിക്കുന്ന കാര്യങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനും കൂടെ മനസ്സിലാക്കി വായിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. എഴുതി തന്നെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക്